ജില്ലയിലെ എരമല്ലൂരിലുള്ള കാക്കത്തുരുത്ത് ദ്വീപിലാണ്. ഈ ഒരു കടത്ത് കടന്നിട്ട് വേണം കാക്കത്തുരുത്ത് ദ്വീപിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് അതിമനോഹരമായിട്ടുള്ള കാക്കത്തുരുത്ത് ദ്വീപിലെ കാഴ്ചകളാണ് വ്ലോഗിംഗ് കേരള നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. പ്രകൃതിയോടിണങ്ങി ഒരു മനോഹരമായ ടൂറിസം സ്പോട്ട്. കാക്കത്തുരുത്തിനെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ഉദയാസ്തമയങ്ങൾ തന്നെയാണ്. കാക്കത്തുരുത്ത് ലോക ടൂറിസം സ്പോട്ടിലേക്ക് ഇടം നേടുന്നത് ഇവിടേക്ക് ഒഴുകിയെത്തുന്ന വിദേശികളുടെ വരവോടെയാണ്. ഇതോടുകൂടി കാക്കത്തുരുത്തിലെ ടൂറിസം സാധ്യതയും വർദ്ധിച്ചു. തുരുത്തിൽ 2 അമ്പലങ്ങളാണുള്ളത്. അതിലൊരു അമ്പലമാണ് ഈ കാണുന്നത്. കുറച്ച് പഴയ അമ്പലമാണത്. വില്ലേജ് ടൂറിസത്തിന്റെ ഭാഗമായാണ് ഈ ചെറിയ ദ്വീപിൽ ടൂറിസം പദ്ധതി ആരംഭിച്ചത്. കാത്തൂസ് കായലോരം എന്ന ടൂറിസ്റ്റ് സെന്റർ ഇതോടെ ശ്രദ്ധേയമാവുകയും ചെയ്തു. നാഷണൽ ജോഗ്രഫിക് ട്രാവൽ മാഗസിനിലൂടെ ലോക ടൂറിസം ഭൂപടത്തിൽ വരെ ഇടം പിടിച്ച കാക്കത്തുരുത്ത് ഇനി ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾക്ക് പ്രിയങ്കരമായി മാറിയിരിക്കുകയാണ്. രാവിലെ 11:30 മുതൽ വൈകിട്ട് 6:30 വരെയാണ് കാത്തൂസിന്റെ പ്രവർത്തന സമയം. കരിക്കിൻ വെള്ളം കൊടുത്താണ് കാത്തൂസ് അതിഥികളെ വരവേൽക്കുന്നത്. ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള സൗകര്യം, ചൂണ്ടയിൽ കുടുങ്ങുന്ന കായൽ മീനിനെ നാടൻ രീതിയിൽ പാകപ്പെടുത്തി ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യാം. പണ്ട് കാലങ്ങളിൽ സജീവമായിരുന്ന ജലചക്രം ഉപയോഗിച്ച് വെള്ളം തേവാനും സഞ്ചാരികൾക്ക് അവസരമൊരുക്കുന്നുണ്ട്. ലൈവ് ഫുഡാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. കേരളീയ ശൈലിയിലുള്ള പുട്ട്, അപ്പം, ഇടിയപ്പം, കരിമീൻ പൊള്ളിച്ചത്, കപ്പ മീൻകറി, കക്കയിറച്ചി, ചോറും കറികളും എല്ലാം ഇവിടെ നിന്ന് ലഭിക്കും. കായലിനരികിലും കെട്ടിടത്തിന് മുകളിലും അതിഥികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം കാത്തൂസ് ഒരുക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്, കഴിച്ചു നോക്കണം. വൺസ് ടേസ്റ്റ് ചെയ്യാൻ ബെസ്റ്റ്. Good. Very good. Good one. Good experience. നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കായലിന്റെ ഭംഗി ആസ്വദിച്ച് കയാക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഒരാൾക്ക് മാത്രമായും 2 പേർ ചേർന്നും കയാക്കിംഗ് നടത്താൻ സാധിക്കും. നിലവിൽ 3 കയാക്കുകളാണ് ഇവിടെയുള്ളത്.
പെഡൽ ബോട്ടുകൾക്കുള്ള ഓർഡർ നൽകി കഴിഞ്ഞു. ഡിസംബറിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന കാക്കത്തുരുത്ത് ടൂറിസം മേളയ്ക്ക് മുൻപായി ഇവയും എത്തും. കൂടാതെ ബഞ്ചി യാത്ര നടത്താനും കായൽ കാറ്റേറ്റ് മയങ്ങാൻ ഊഞ്ഞാലുകളുമുണ്ട്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ബോട്ടിംഗ് ആണ്. ബോട്ടിങ്ങിന് ബോട്ട് വന്നിട്ടുണ്ട്. കൈതപ്പുഴ കായൽ ചുറ്റി ഒന്ന് കാണിക്കാനാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. കാക്കത്തുരുത്തിലെ അതിമനോഹരമായ അസ്തമയ കാഴ്ചയാണ് ഏവർക്കും പ്രിയം. സഞ്ചാരികൾ എത്താറുള്ളതും ഇത് കാണാൻ വേണ്ടി തന്നെയാണ്. വൈകിട്ട് 2 മണിക്കൂറോളം നീളുന്ന ബോട്ടിങ്ങിൽ നീണ്ടുകിടക്കുന്ന വേമ്പനാട്ടുകായലും കാക്കത്തുരുത്തിന്റെ സൗന്ദര്യവും വേണ്ടുവോളം ആസ്വദിക്കാം. ഒപ്പം ഏറെ പ്രിയപ്പെട്ട അസ്തമയവും നേരിട്ട് കാണാം. അതിമനോഹരമായ ഗ്രാമീണ കാഴ്ചകൾ കാണാൻ ഒരാൾക്ക് ഭക്ഷണം ഉൾപ്പെടെ 1500 രൂപയാണ് ചെലവ് വരുന്നത്. 10-ൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ 1250 രൂപയായി കുറയും. We have come from Mumbai and we have been having an absolutely wonderful experience at this village Kakkathutu. Since morning we have experienced the rustic life and all its charms, canoe ride, kayaking, the local delicacies, now Nashikara. We are going to the islands to see how the locals live. This is indeed a pristine space, undisturbed by human development. We are really thankful to the Kerala Tourism for having such spaces around, locations around for people like us to experience Kerala. Thank you. ഞങ്ങൾ 3 ഫ്രണ്ട്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യം ഇങ്ങനൊരു ട്രിപ്പ് ഇട്ടപ്പോൾ ഞങ്ങൾക്ക് യാതൊരു വിധൊരു അറിയാൻ പാടില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടാന്നുള്ളത്. ഇവിടെ വന്ന് നമ്മുടെ ഈ സറൗണ്ടിങ്സും ഇതെല്ലാം കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രിസ്റ്റീൻ ക്ലിയർ ഐലൻഡ് ആൻഡ് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഫുഡ് വാസ് ഗുഡ് ആൻഡ് ദ ബോട്ട് റൈഡ് വാസ് എക്സലൻറ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കാക്കത്തുരുത്ത് ദ്വീപിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു റിസോർട്ടാണ്. ഇത് കുറേ കാലമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാത്തൂസ് കായലോരത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സഞ്ചാരികളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആൾക്കാരാണ് ഇതവിടെ നിൽക്കുന്നുണ്ട്. ദേശീയപാതയിൽ എറണാകുളത്ത് നിന്ന് ചേർത്തലയ്ക്ക് പോകുന്ന ദിശയിൽ എരമല്ലൂർ ജംഗ്ഷന് ശേഷം ഇടത്തേക്ക് തിരിയുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ കാക്കത്തുരുത്ത് ദ്വീപിലേക്കുള്ള ഫെറിയിൽ എത്തിച്ചേരാം.